Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ് ട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന്. ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ആ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മൈദ വെച്ചിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് ഉണ്ടാക്കിയവർക്കൊക്കെ ബേക്കറി സ്റ്റൈലിലായ രുചി എന്നുള്ള പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കേക്കിൽ ഞാൻ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നില്ല, അതുപോലെ തന്നെ മുട്ട, ആൽക്കഹോൾ ഇതൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വിസ്കൊന്നും വേണ്ട, ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെക്കുക. അപ്പോൾ കുറച്ചൊരു വലിയൊരു പാത്രം കടായി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ തന്നെ എല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്താൽ മതി, വേറെ പാത്രങ്ങളൊന്നും നമുക്കിതിന് വേണ്ട. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് അതൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, എന്നിട്ട് കാരമലൈസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും. അപ്പോൾ ഒരു ലൈറ്റ് കളർ ഗോതമ്പ് പൊടി ആവുക കാരണം തന്നെ കേക്കിന് നല്ല കളറ് അല്ലെങ്കിൽ തന്നെ കിട്ടും. അപ്പോൾ ഒരു കാരമലൈസ് ആവുന്ന വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കളറ് മാറി തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ നമ്മൾ കളറ് കൂടുതൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇത് കുറേ നേരം ഇട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് കയ്പ്പ് രസം വരുന്ന, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കളറ് മതി. അപ്പോൾ ഈ കളറ് ഒരുവിധം നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊരു തേനിൻ്റെ ഒരു കളറ് വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഒഴിക്കുന്നത്, അങ്ങനെ ആകുമ്പോൾ അത് നമ്മളുടെ മുഖത്തേക്ക് തെറിക്കില്ല. അപ്പോൾ കുറച്ചായിട്ട് ഒരു 1.5 കപ്പ് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ്, കുറച്ചായിട്ട് ഒഴിക്കുക. അങ്ങനെ ഇപ്പോൾ വെള്ളം മുഴുവൻ ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഞാനൊരു 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർക്കുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചാൽ അത് ചേർക്കുക. നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് കൂടുതൽ വെച്ചാൽ. അപ്പോൾ എനിക്ക് ചെറി ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ചെറി പ്ലം കേക്കിൽ ചേർക്കാറില്ല. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് കൂടുതൽ ചേർത്തിട്ട് ഒരു 1.5 കപ്പ് കേട്ടോ. ഡേറ്റ്സ് ആവാം, ടൂട്ടി ഫ്രൂട്ടി ആവാം, ബദാം ആവാം, അതുപോലെ കാഷ്യൂനട്ട് ആവാം എല്ലാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതൊരു 2 പീസ്, നമുക്ക് ആ ബേക്കറി ആ രുചി കിട്ടണമെങ്കിൽ. ഇനി ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് തൊലി ഇല്ലെങ്കിൽ ആ ഭാഗം അത് ചേർക്കണ്ട, ഒരു പ്രശ്നമില്ല, ബാക്കിയുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് തൊലി ചേർത്തോളൂ. അത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി എടുത്തിട്ട് ആ വെളുത്ത ഭാഗം ഇല്ലാതെ ചുരണ്ടി എടുത്തിട്ട് ഇതിൽ ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതി, അതിലും കൂടുതൽ ചേർക്കണ്ട. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓറഞ്ചിൻ്റെ തൊലി, ഇല്ലെങ്കിൽ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ചേർക്കുക കേട്ടോ. ഇനി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക, അത്രേ വേണ്ടൂ. കുക്ക് ചെയ്യുമ്പോൾ സോക്ക് ചെയ്ത ഒരു ഇഫക്റ്റ് കിട്ടും. ഇപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആയിരിക്കണു ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 90 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്, 90 ഗ്രാംസ് കേട്ടോ. അതായത് 1/3 കപ്പ്, കപ്പിൻ്റെ കണക്കാച്ച 1/3 കപ്പ് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ സോൾട്ടഡ് ബട്ടറാണ് വെച്ചാൽ അത് ചേർക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൊടിയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, അതായത് മാവ് തരിക്കുമ്പോൾ. അല്ല വെച്ചാൽ മാവിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ബട്ടറും കൂടിയും ചേർക്കുക. ബട്ടർ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ ഇതിൽ ഇരുന്നിട്ട് ഉരുകിക്കോളും. ഇനി നിങ്ങൾക്ക് ബട്ടർ വേണ്ട വെച്ചാൽ 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. 1/3 കപ്പ് കേട്ടോ. അത് 1/3 കപ്പ് പറഞ്ഞാൽ ഒരു 80 ml ഉണ്ടായിരിക്കും, 80-90 ml ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കുക, നന്നായിട്ട് തണുക്കണം. ഇപ്പോൾ ഇതാ ചൂടാറിയിരിക്കുന്നു. ചൂടാറിയതിന് ശേഷം ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർക്കാം. പിന്നെ മുട്ട ചേർക്കുകയാണെങ്കിൽ ഒരു 2 മുട്ട ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയുടെ കൂടെ ഞാൻ ഒരു 3 കരയാമ്പൂ, 2 ഏലക്ക,
ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു കഷ്ണം ജാതിക്ക. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഞാൻ പഞ്ചസാര ഒരു സ്പൂൺ ചേർക്കാൻ കാരണം അത് പൊടിഞ്ഞ് കിട്ടാനാട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഈ സ്പൈസസ് എല്ലാം കൂടി 4 കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ അത്രേ വേണ്ടൂ. ഞാൻ ഇതിന് മുന്നേ കാണിച്ച വീഡിയോയിൽ ഇതേ അളവ് തന്നെ കാണിച്ചിട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ ചേർത്താൽ മതി. ഞാൻ താഴെ കൊടുക്കാം ഇതിൻ്റെ അളവൊക്കെ. അപ്പോൾ ഇതാ സ്പൈസസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 240 ml ഒരു കപ്പാണ് ഇത് കേട്ടോ. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, അതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് മൈദ എടുക്കാം. അപ്പോൾ മൈദ എടുക്കേണ്ടവർക്ക് മൈദ എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ്. അപ്പോൾ ഇത് പിന്നെ സ്പൂൺ കൊണ്ട് കപ്പിലേക്ക് എടുത്തിട്ട് വടിച്ചെടുക്കണം, അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് തന്നെ ഈ കടായിലേക്ക് തന്നെ ഇത് അരിച്ചിട്ട് ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പൂണോ കയ്യിലോ എന്താ ഉള്ളച്ചാൽ ഫോർക്കോ എന്താ ഉള്ളച്ചാൽ അതുകൊണ്ട് മിക്സ് ചെയ്യാം. നമുക്ക് പിന്നെ വേറെ വിസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, ഇപ്പോൾ വാനില എസൻസ് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. പിന്നെ ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ ഒരു ലേശം കുറച്ച് ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മാവ് നല്ല തിക്കായിരിക്കണം. കുറച്ച് കൂടുതൽ തിക്കാണെങ്കിൽ ഒരു 2-3 സ്പൂണ് ചൂടുള്ള വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിതിന് വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു ഹൈറ്റുള്ള ട്രേയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചെരുവുണ്ടെങ്കിൽ ചെരുവായാലും മതി. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ചെരുവം വീട്ടിൽ സാധാരണ ഉപയോഗിക്കണമെന്നുണ്ടല്ലോ, അതുണ്ടെങ്കിലും മതി കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് പിന്നെ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആ ബാറ്റർ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തിരിക്കുകയാണത്. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിലും ഇതേപോലെ ബട്ടർ പേപ്പർ. ഈ പിന്നെ പ്ലം കേക്ക് ആവുമ്പോൾ നമുക്ക് കൂടുതൽ നേരം കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈഡ് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ A4 സൈസ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് നമ്മൾ ട്രേസ് പേപ്പർ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ പേപ്പർ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ അത് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു 2-3 സ്പൂണ് ഞാൻ ചൂടുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈദ ആകുമ്പോൾ അത്ര പെട്ടെന്ന് ആവില്ല, ഗോതമ്പ് പൊടി ആവുക കാരണം. അപ്പോൾ വല്ലാതെ അങ്ങനെ കട്ടി കൂടണ്ട വിചാരിച്ചിട്ട് നല്ല കട്ടിയുള്ള ബാറ്റർ ആയിരിക്കും, അത് ശ്രദ്ധിക്കണം. ഇനി ഇതൊരു 5-8 പ്രാവശ്യം ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇതിന് സ്പൂണിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് മയം പരട്ടിയിട്ട് അതൊന്ന് ഈവൺ ആക്കുക, ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ കാഷ്യൂ ഒക്കെ വെച്ചിട്ട് അതൊന്ന് മീതെ അലങ്കരിക്കാം. അപ്പം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് കടായിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവനിൽ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 50-55 മിനിറ്റ്, ഒരു 35 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെയിറ്റ് വെച്ചിട്ടില്ല, അതുപോലെ തന്നെ ഗ്യാസ്കറ്റ് വെച്ചിട്ടില്ല, അതായത് വാഷ്റൂം വെച്ചിട്ടില്ല. ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കണ്ട. ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ അത് എനിക്കൊരു 50 മിനിറ്റ്സ് ഒക്കെ ആയി. അപ്പോൾ ഒരു 5-10 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നടു ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ പിന്നെ ആ കേക്ക് വെന്തതിൻ്റെ ഒരു മണം വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേക്ക് പാകമായി എൻ്റെ. ഇപ്പോൾ കേക്കൊക്കെ റെഡിയായി, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ളിൽ അങ്ങനെ നന്നായിട്ട് തണുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. പുറമേ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നെങ്കിലും. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേക്ക് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ കഴിയും. നല്ല ടേസ്റ്റാണ്, പൊതുവേ പ്ലം കേക്ക് അല്ലേ. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പം നിങ്ങൾ കറുത്ത മുന്തിരിയൊക്കെ ഉപയോഗിക്കുക വെച്ചാൽ കുറച്ചും കൂടി ഉള്ളിൽ കാണാൻ പിന്നെ കുറച്ചും കൂടി നല്ല രസമായിരിക്കും, പിന്നെ ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ കറുത്ത മുന്തിരി അധികം ഇല്ലാത്ത കാരണം ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.